നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം. നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ, ട്രൂ ലവ് ആണോ, അത് ഫേക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ അവരുടെ മനസ്സിലുണ്ടോ, ഈ ഒരു ജേണി ലോങ് ടൈം പോകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എപ്പോൾ കാണുന്നോ അപ്പോൾ റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് 3 പ്രാവശ്യം പേര് പറഞ്ഞിട്ട് റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവും കേട്ടോ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ന്യൂ ബിഗിനിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ്. ഇത് ആരുടെ എനർജി ആണെങ്കിലും ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന ഒരാളുടെ എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്കിത് ഈ ത്രെഡ്സ് ഓരോന്നും വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പാർട്ട്ണറുടെ സ്നേഹം സത്യമാണോ എന്ന് നോക്കുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും 100%ഉം സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ഇവിടെ കാർഡുകൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇയാൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ സ്വന്തം കാര്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇയാൾ സ്വാർത്ഥതയോട് പെരുമാറും, വളരെ പൊസസീവായിട്ട് പെരുമാറും. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പല തവണ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ഇയാൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ആ ഒരു പാസ്റ്റ് നമ്മളതങ്ങനെ കാണുന്നുണ്ട്, സ്നേഹിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലും എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ആ സ്നേഹത്തിൻ്റെ പിന്നിൽ കൂടുതലും പ്രയോറിറ്റി കൊടുത്തിരുന്നത് സ്വന്തം സുഖ സൗകര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും മാത്രമായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാർഡുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇയാൾ സ്വന്തം പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. സ്വന്തമായിട്ട് എന്തോ ഒരു പ്രതിരോധത്തിൽ. അതെന്താണ് നോക്കുമ്പോൾ പല കാര്യങ്ങളും കണ്ട് 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും മറച്ചു വെക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട് എന്നത് കാണുന്നുണ്ട്. അതായത് ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് 100% സത്യമായിട്ട് ഒരിക്കലും ഇവർ പറയില്ല. അതിൽ കുറേ കാര്യങ്ങൾ ഹൈഡിങ് എനർജിയോട് മാത്രമേ പറയത്തുള്ളൂ. നിങ്ങൾ ചോദിക്കും, ചിലപ്പോൾ നിങ്ങൾ തെളിവ് ഉൾപ്പെടെ ആയിരിക്കാം ഈ വ്യക്തിയോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് പോലും സത്യം തുറന്നു പറയാതെ പകരം ഈ താല്പര്യം അവർ പറയുന്നതാണ് ശരി എന്നുള്ള വെക്കുന്ന ആ ഒരു സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പല രീതിയിലും പറയും, നിങ്ങളെ കൺവിൻസ്ഡ് ആക്കാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾ തന്നെ ഓർക്കും, എൻ്റെ ചിന്താഗതിയുടെ കുഴപ്പമാണ്, ഇത്രയും സത്യസന്ധനായ ഒരാളെയാണോ ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായി? അത്ര രീതിയിൽ പറഞ്ഞ് കൺവിൻസ്ഡ് ആക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇവർ പറയുമ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങളത് വിശ്വസിക്കും. നിങ്ങളുടെ ഈ തെളിവുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയുടെ വാക്കുകളിൽ വിശ്വസിച്ചു പോകും. സത്യം പറഞ്ഞാൽ ഈ സ്നേഹം സുതാര്യമായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും സാധ്യതകൾ ഒരുപാടേറെയാണ്. മനസ്സിലായോ? ഇയാൾക്ക് നിങ്ങളോട് ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു തന്നെ കാണുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥമായ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് പാകത്തിനുള്ള ഒന്നും തന്നെ നമ്മൾ ഇവിടെ കാണുന്നില്ല. അതായത് നല്ല റൂട്ടിൽ പോകും എന്ന് പറയാൻ തക്ക ഒരു കാർഡുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് നല്ല ഡൗട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇയാൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് നല്ലൊരു ഡൗട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോർട്സ് വന്നിരിക്കുന്നത്. ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനൊരു ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇയാളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ്. അത് വലിയ ഒരു പഴക്കമുള്ള ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. പുതിയതായിട്ട് വന്ന ഒരാളല്ല. പക്ഷെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഇയാളുടെ ഇഷ്ടവും ശ്രദ്ധയുമൊക്കെ നിങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ
പഴയ ആ ഓർമ്മകളും പഴയ കാലത്തിൻ്റെ ആ ഒരു ബന്ധവും പഴയ കാലത്തും തുടർന്ന് വന്ന ആ ബന്ധവും ഒക്കെ കാണിക്കുന്ന കൃത്യമായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് ഇവിടെ ഓരോന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ആ പഴയ ചിന്തകളെയും പഴയ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നത് ആ ഒരു കാര്യം അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളുടെ ബന്ധത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിലും ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്കും ഏറെക്കുറെ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, അതിനുള്ള തെളിവുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ബന്ധത്തിൽ കൺഫേം ആണ്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇടയിൽ പല രീതിയിൽ വിള്ളലുണ്ടാക്കി സ്നേഹത്തെയും സമാധാനത്തെയും ഒക്കെ നശിപ്പിച്ചു എന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിലവിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കില്ല, ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവായിരിക്കാം. ആ ഒരു രീതിയിലാണ് നിങ്ങളെ മനസ്സ് മടുപ്പിച്ച് ഈ രീതിയിലാക്കി നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങളെ ആക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ? അതോ ഈ സ്നേഹം, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അവർ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ആൻസറായിട്ട് വരുന്നത് നിങ്ങൾ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾക്കും വിഷമങ്ങൾക്കും ഒരവസാനമുണ്ട്, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? ആ പഴയ വേദനകളിൽ നിന്നും ആ ഫേക്കായ സമീപനങ്ങളിൽ നിന്നും ഒരു മാറ്റം വരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഈ വ്യക്തിയുടെ കൂടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മാറ്റം വരുന്നത് ഒരിക്കലും ഈ ബന്ധത്തിൽ അല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ തയ്യാറെടുക്കുകയും നിങ്ങളായിട്ട് പിന്മാറാൻ തയ്യാറെടുക്കുകയും പല ആവർത്തി ഇവരോട് അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു റിലേഷൻ തുടരാനായിട്ട് എനിക്ക് താല്പര്യം, ഫസ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ ഒരു റിലേഷൻ തുടങ്ങുന്ന സമയത്തും ഈ വ്യക്തിയായിരിക്കും ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഇത് തന്നെയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്ന അവസ്ഥ. കാരണം നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് അവരെ അറിയിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവർ സമ്മതിക്കില്ല നിങ്ങൾ പോവാൻ. എന്നാൽ ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ നിലവിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നുമില്ല. ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളതെന്ന് കാണുന്നുണ്ട്. നിങ്ങളോട് സത്യസന്ധതയും നീതിയും പുലർത്തുന്നില്ല. എന്നാൽ ഈ റിലേഷൻ വിട്ടു പോകാനായിട്ട്, നിങ്ങളെ വിട്ട് കളയാനായിട്ടും ഇവർ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്നേഹമോ കെയറിങ്ങോ ഒന്നും ഇവരിൽ നിന്ന് കിട്ടുന്നില്ല. അതുമാത്രമല്ല, നിങ്ങൾ അവൈലബിൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷങ്ങളിലും ഈ വ്യക്തിയെ കിട്ടുകയില്ല. അവർ എപ്പോഴൊക്കെയോ ഈ റിലേഷനിലേക്ക് വരുന്നു, എപ്പോഴൊക്കെയോ ഈ റിലേഷനിൽ നിന്ന് പോകുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധത്തിനൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവരൊരിക്കലും നിങ്ങളെ വിട്ട് കളയാത്തതിൻ്റെ പിന്നിൽ മറ്റ് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഇവരുടെ മനസ്സിൽ വെച്ചിട്ടാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ടോ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായമോ കാര്യങ്ങളോ ഒക്കെ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇവരെന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതും ഈ ഒരു ബന്ധം വിട്ടു പോകാൻ തയ്യാറാവാത്തതും എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിന് പിന്നിൽ പൂർണ്ണമായിട്ടും ഒരു സ്നേഹം മാത്രമൊന്നും അല്ല, സ്നേഹമില്ല എന്ന് വെച്ചാൽ സ്നേഹം, അത്ര വലിയ സ്നേഹമൊന്നും നമ്മളിവിടെ കാണുന്നില്ല. ഒരു ഡീപ്പ് ഇമോഷണൽ ലവ് ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു റിലേഷൻ ഒരു ഫിനിഷിങ്ങിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ നോ എന്ന് തന്നെയാണ് എനിക്ക് ആൻസർ പറയാൻ പറ്റുക. ഇത് മുന്നോട്ട് കൊണ്ടുപോയാലും, ഇതിപ്പോൾ ഈ റിലേഷൻ ഇൻ കേസ് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ വ്യക്തി വരണമെന്ന് ആഗ്രഹിച്ച് ഇത് നാളെ ശരിയാകുമെന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയാലും പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും വേദനകളും നിങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് തന്നെ നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളോട് ഈ ഒരു സമയത്തിനിടയിൽ തന്നെ നിങ്ങൾ ഈ ബന്ധം കാരണം വലിയ മാനസിക വേദനകളും നിരാശയും ഒക്കെ ഓൾറെഡി അനുഭവിച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ ഇനിയും വിഷമങ്ങളല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കുണ്ടാവില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ മായ കാഴ്ചകളിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. വന്നു ചേർന്നിരിക്കുന്നു എന്നല്ല, അതിക്രമിച്ചിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സമയം. ഈ ബന്ധം ഇവിടെ അവസാനിപ്പിച്ചാൽ ഒരിക്കലും നിങ്ങൾ തളർന്നു പോവില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം ആത്മവിശ്വാസവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു കഴിവും നിങ്ങൾക്കുള്ള ഒരാളാണ് നിങ്ങൾ. മനസ്സിലായോ? നീ ഇപ്പോഴും കണ്ടില്ലേ നിങ്ങളുടെ എനർജി വന്നിരിക്കുന്നത്? ഈ ഒരു കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി.
ശരിക്കും പറഞ്ഞാൽ ഇതിൽ കണ്ണും കൈയും മാത്രമേ കെട്ടിയിട്ടുള്ളൂ. കാല് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത് നടന്നു പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങളായിട്ടത് ശ്രമിക്കുക. ആ കണ്ണിലെ കെട്ടഴിച്ച് മാറ്റിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ചെയ്ത് പോകണം. ഇങ്ങനെ ഒരു റിലേഷൻ സത്യം പറഞ്ഞാൽ എന്തിനാണ്? ഇത് ആരുടെ എനർജിയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. വന്ന കാര്യം ഞാൻ അതുപോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ട് വേദനയുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാൻ സന്തോഷമാണ്, എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം. പക്ഷേ ഈ ഒരു എനർജി ഇവിടെ കണ്ടപ്പോൾ ഇത് ഇതുപോലെ പറയാനാണ് എനിക്ക് തോന്നിയത്. മനസ്സിലായോ? ആ ഒരു റിലേഷനിൽ ചുറ്റപ്പെട്ട് കിടന്ന് എന്തിന് വേദന അനുഭവിക്കുന്നത്? സ്നേഹം എപ്പോഴും സത്യസന്ധമായിരിക്കണം. അപ്പോഴാണ് അതിനൊരു എന്താ പറയുക, റിസൾട്ട്. നമ്മൾ എഫേർട്ട് ഇടുന്നതിനൊരു റിസൾട്ട് അതിന് കിട്ടത്തുള്ളൂ. ആ ഒരു സ്നേഹം പ്യുവർ ആയിരിക്കണം. രണ്ടുപേരും അങ്ങും ഇങ്ങും കൊടുക്കുന്ന ഒരേപോലെ ആയിരിക്കണം. നിങ്ങൾ ഈ ഒരു റിലേഷൻ വിട്ട് നിങ്ങൾ മാറിപ്പോകണം. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് നിങ്ങൾ വേദനിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വന്ന് ഇത്രത്തോളം നിങ്ങൾ ഡീപ്പായിട്ട് സ്നേഹിച്ച് കഴിയുമ്പോൾ വിഷമിക്കരുതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകണം എന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. മനസ്സിലായോ? സാഹചര്യത്തോട് പൊരുത്തപ്പെടുക. നിങ്ങൾ സെൽഫ് ലവും മറ്റു കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻഗേജ്ഡായി നിങ്ങൾ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും. അല്ലാതെ ഒരിക്കലും ഇതിൽ മാത്രം മനസ്സ് കൊടുത്തിട്ട് നിങ്ങൾക്കൊരു ഏസ് ഓഫ് കപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു അവസരം, പുതിയൊരു ലൈഫ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോവുക. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഈ എനർജി ഫുള്ള് നോക്കുവാണെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നാളെ ഈ ഒരു അവസ്ഥയിലെത്തി വിഷമിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. ഈ ഒരു അവസ്ഥയിലെത്തി വിഷമിക്കാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്, യൂണിവേഴ്സിൻ്റെ അഡ്വൈസ്. ഓക്കെ. അപ്പോൾ ഇത് ആരുടെയാണെങ്കിലും ഒരുപാട് വിഷമത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ കൂടെയുണ്ട്. ഓക്കെ. അപ്പം താങ്ക് യു മൈ വ്യൂവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.